അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇഷമോളും ആച്ചുട്ടനൊക്കെ ഇതാ സ്കൂളിൽ പോവാണ്. സ്കൂൾ അടയ്ക്കുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്, വെള്ളിയാഴ്ചത്തെ. അപ്പോൾ അവർക്ക് ചുവപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉള്ളവർ, ചുവപ്പ് ഡ്രസ്സ് ഉള്ളവർ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരാനൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് ചുവപ്പ് ഡ്രസ്സും ഇല്ല, വെള്ള ഡ്രസ്സും ഇല്ല. അപ്പോൾ നമ്മളൊരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്കൊരു ഉടുപ്പ് എടുത്തു കേട്ടോ. ആ ചുട്ടന് ഒരു ചുമപ്പ് ബനിയൻ കൊടുത്തു, ഇവൾക്ക് ഒരു ഉടുപ്പ് കൊടുത്തു. ഈ ഉടുപ്പാണെങ്കിൽ നമുക്ക് ഇതിന് മാത്രമല്ലല്ലോ, വേറെ എന്തിനെങ്കിലും കല്യാണങ്ങൾക്കോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ഉടുപ്പാട്ടോ. നല്ല ഉടുപ്പായിരുന്നു. അപ്പോൾ ഉടുപ്പ് എങ്ങനെയുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇവരെന്നെ രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. ഇവർക്കിന്ന് സെലിബ്രേഷനാണ്, പിന്നെ എന്താ ഭക്ഷ്യമേള എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളത്. ആ ഉച്ചയ്ക്ക് ശേഷം അവരെത്തി. അപ്പോൾ അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ, ഞാനിവർക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തിരിച്ച് ഇവർക്കും ഗിഫ്റ്റ് കിട്ടിയതാണിത്. അപ്പോൾ ഇഷമോൾക്ക് കിട്ടിയ ഗിഫ്റ്റാണിത്. മാല, കമ്മൽ, പിന്നെ 2 സ്ലൈഡ്, പിന്നെന്തായിരുന്നു, ഒരു ഹെയർ ബാൻഡ്, 2 ബണ്ണ് കേട്ടോ. ഒക്കെ അടിപൊളിയായിട്ട് അടിപൊളി ഗിഫ്റ്റായിരുന്നു കേട്ടോ. സൂപ്പർ ഗിഫ്റ്റാണ്. നമുക്കൊരു ഉപകാരമുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആച്ചൂട്ടിന് കിട്ടിയത് ഇതാ ഇങ്ങനെ ഒരു ഫ്ലവർ പോലത്തെ ഒരു സംഭവമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അയ്യോ, അത് കാണാല്ലേ. ഇതാണ് കിട്ടിയത്. അതൊക്കെ നാശമാക്കിയേക്കുന്നു കേട്ടോ. അതൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതൊക്കെ അവൻ നാശമാക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വൈകുന്നേരം ആയപ്പോൾ കരോൾ എത്തിയിട്ടാ. രണ്ടാമത്തെ കരോളാണ്. ആദ്യത്തെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതാ പിറ്റത്തെ ദിവസം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരോൾ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ അപ്പൂപ്പൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇഷമോളും ലാലാലിയും കിടന്ന് തുള്ളുണ്ട് കേട്ടോ. കരോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടി എവിടുന്നേലും കേൾക്കുമ്പോഴേക്കും പുറത്തിറങ്ങി നിൽക്കും. അതൊക്കെ കുട്ടികളൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതാ കരോളിൻ്റെ കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞ് അവരതാ പോവാണ്. മിഠായി കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. നല്ല രസമാട്ടോ അങ്ങനെ കുട്ടികൾ അപ്പൂപ്പൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് വീടിൻ്റെ മുറത്ത് വന്നിട്ട് ഇങ്ങനെ കളിക്കലും പാട്ട് പാടലും. ഇവിടെ ഞാൻ പെൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ട് പാട്ട് പാടുന്നത് ഇവിടെ ആയിട്ടാണ് കണ്ടിട്ടുള്ളൂ. നമ്മൾ വാഴാനിയിലും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അപ്പോൾ ഇതാ എന്തോ അവരുടെ ദൈവത്തിന് അവർ പ്ലേറ്റിലൊക്കെ കിടത്തിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സംഭാവന എന്താണെങ്കിൽ കൊടുക്കുക. അവിടെയൊക്കെ നിങ്ങളുടെ നാടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളേ. അതൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. പിറ്റേ ദിവസം കാലത്ത് ഞാൻ കുട്ടികളെയൊക്കെ മദ്രസയിൽ കൊണ്ടാക്കി വന്ന് ചായക്ക് കടി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ചായക്ക് കടി നമ്മളൊന്ന് ചപ്പാത്തിയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിക്ക് ഉണ്ട ഉരുട്ടണതാണ് കാണുന്നത്. സ്പീഡായ കാരണം സ്പീഡിൽ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു എനർജി വരും. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം ചായ കുടിച്ചിട്ട് ഞാനും പോയിട്ട് പണികളെടുക്കട്ടെ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് സ്പീഡാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പണി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി മടിയാവുള്ളൂ. മെല്ലെ ചെയ്യാം. മെല്ലെ എന്ന് പറഞ്ഞാൽ അത്ര മെല്ലല്ല, എന്നാലും ഇത്രയും സ്പീഡിൽ എന്തായാലും നമുക്ക് പണികൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്തിരി സ്പീഡാക്കണത് നിങ്ങൾക്കും കൂടി ഒരു എനർജി കിട്ടിക്കോട്ടെ, ഒരു പോസിറ്റീവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേഗം ആക്കണത്. പിന്നെ ഒരുപാട് ലെങ്ത് ആയാലും കാണാൻ ബോറടിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്പീഡാക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. നമ്മുടെ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടില്ല, ഗോതമ്പൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് ഗോതമ്പ് ആട്ടപ്പൊടി, നമ്മുടെ എലൈറ്റിൻ്റെ ചക്കി ആട്ടപ്പൊടിയൊക്കെ മേടിച്ചിട്ട്, ഞാൻ മേടിക്കാറൊന്നുമില്ല കേട്ടോ ആട്ടപ്പൊടിയൊക്കെ മേടിച്ചിട്ടൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തന്നെ കേട്ടോ ഉണ്ടാക്കണുള്ളൂ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ എന്താണ് എല്ലാവരുടെയും ക്രിസ്മസിനുള്ള പരിപാടികൾ. എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, എന്താ പറയുക, വിരുന്ന് പോയിട്ടുണ്ടാവും. ചിലവർ പോയിട്ടുണ്ടാവില്ല. മദ്രസ ഉള്ളവരൊന്നും പോകാൻ പറ്റാണ്ട് ലോക്കായി കിടക്കുന്നുണ്ടാവും. അല്ലാത്തവരൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. ഞാൻ പക്ഷെ പോകണമൊന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴും വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് മദ്രസയിൽ പോകുമ്പോഴും അല്ലാത്ത എപ്പോഴും ഒക്കെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറണമല്ലോ. ഇവിടെ അടുത്തുവാണല്ലോ, അത് കാരണം പോയി നിൽക്കണമൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാമെന്നുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ പോയി നിൽക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എണ്ണ ഒഴിച്ചു, അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ പെരുംജീരകം ഇട്ടു. പിന്നെ സവോളയിൽ ഉപ്പിട്ടിട്ട് സവോള നന്നായിട്ട് വാട്ടിയിട്ട്, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി. അതിന് മുന്നേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ച കാരണം എല്ലാത്തിലും ഇടും കേട്ടോ. അത് കാരണം നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ അപ്പം നന്നാക്കാൻ പഠിച്ചിട്ടൊന്നും ചിലതിലൊന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ മസാലയൊക്കെ അതിൽ സെറ്റാവും. പിന്നെ നമ്മുടെ മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ, ഒരു മുട്ടയുടെ ഉണ്ണി എടുത്തിട്ട് ഇതുപോലെ ഉടച്ചിട്ട് ആ മസാലയിൽ അങ്ങോട്ട് ചേർക്കുക.
അപ്പോൾ ഉണ്ണി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ വയറ്റിൽ അത് എത്തും ചെയ്യും. അല്ലെങ്കിലും ഇതിങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ ആ മസാലയിൽ ഉണ്ണി ഉടഞ്ഞ് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് പിന്നെ മുട്ട നമ്മൾ രണ്ടായി മുറിച്ച മുട്ടയൊക്കെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് നല്ല ജീരകം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്മി ഉടച്ച് കുറച്ചിട്ട് ഒരു നുള്ള് മതി അതും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ വേഗം കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് മദ്രസയിലേക്ക് തന്നെ പോയിട്ടാണ്. അപ്പോൾ ഞാൻ വെറുതെ ഉമ്മയുടെ അടുത്ത് കയറാൻ വിചാരിച്ചിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ ഒരു പറമ്പിൽ വിറകുണ്ടാക്കുകയാണ്, ചുള്ളലുണ്ടല്ലോ അതുണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കുട്ടികൾക്ക്. ഉമ്മ ഉണ്ടാക്കിയ വിറകൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരതൊക്കെ ഉമ്മക്ക് കൂട്ടിയിട്ട് കൊടുക്കണ അംഗങ്ങളാട്ടോ കാണുന്നത്. ഉമ്മ നടന്ന് ചുള്ളലുണ്ടാക്കുകയാണ്. ആദ്യം ഉമ്മ പുല്ലരിയാനൊക്കെ പോയായിരുന്നു, ഇപ്പോൾ പുല്ലരിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറേ ജോലി ചെയ്യുന്നവർക്ക് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉമ്മ വിറകിന് പോയിക്കട്ടെ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അയൽവാസിയായ റംലാത്തയുടെ വീട്ടിലേക്കൊന്ന് പോയി. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീടാട്ടോ അവരുടെ വീട്. ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിന്ന് റംലാത്ത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ വിളിച്ചതാണ്, ഫോണിലേക്ക് വെറുതെ വിളിച്ചതാണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു ഇവരുടെ വീട്. അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോൾ റംലാത്താനെ റോട്ടിൽ കണ്ടപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ പഴയ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിൽ കയറിയിട്ടാണ്. അവരുടെ വീട്ടിൽ കയറി നോക്കിയപ്പോൾ ഞാനും കുഞ്ഞാത്തിയും പിന്നെ റംലാത്തയുടെ 2 മക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയും പോയിരിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പകാലം കൂടുതലും ഇവരുടെ വീട്ടിലായിരുന്നു. പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ എന്നും പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റംലാത്തയുടെ ഭർത്താവുണ്ട് കുഞ്ഞാൻ ആളെന്നെ പനിയെന്ന് വിളിക്കുള്ളൂ. അപ്പോൾ എന്നെ ഇപ്പോഴും അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും അവിടെ നിന്നിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ഉമ്മാക്ക് എന്നും പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റംലാത്തൊക്കെ എവിടേക്കോ പോകാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ മാറിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു പഴമൊക്കെ തന്നു, അതൊക്കെ മേടിച്ച് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. പോന്നപ്പോൾ ഞാൻ ഉമ്മാടെ അടുത്ത് വരുമ്പോൾ ഉമ്മ എനിക്ക് ഓമക്കായ തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പപ്പായ ഉണ്ടല്ലോ അത് തന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ വന്ന് ഞാൻ വേഗം അതൊക്കെ മുറിച്ചു കേട്ടോ. അത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ പഴുത്ത പപ്പായ കഴിച്ചിട്ട്, കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടാറേ ഇല്ല ഈ സംഭവം. പിന്നെ വാങ്ങി കഴിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും ഉമ്മാട് പൊട്ടിച്ച് തരുമോ ചോദിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നല്ല കേട്ടോ, നമ്മുടെ ആയുർവേദ ആശുപത്രി പറമ്പുണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമ്മാട് പൊട്ടിച്ച് തരുമോ ചോദിച്ചപ്പോൾ ഉമ്മ പൊട്ടിച്ചെന്താട്ടോ. അപ്പോൾ ഞാനിതാ അതൊക്കെ മുറിച്ച് അതിലത്തെ കുരുവൊക്കെ കളഞ്ഞ് നല്ല പാകമായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പഴുത് നന്നായിട്ട് അളിഞ്ഞത് ഇഷ്ടമല്ല, ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കറുമുറു വെച്ചിട്ട് തന്നെയില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഒരുവിധം അങ്ങോട്ട് പഴുത്ത് വരണതും ഇഷ്ടമാണ് കേട്ടോ. നന്നായി പഴുത്തിട്ട് അളിയായതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കറക്റ്റ് പാകത്തിന് പഴുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ദിവസമായ കാരണം കുറേ ദിവസമായി കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും കഴിക്കാൻ നല്ലൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം അതൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ പാത്രത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ, ഇരുന്ന് ആസ്വദിച്ച് ഞാൻ ആദ്യം ഒരെണ്ണം കഴിച്ചു. പിള്ളേരൊക്കെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മദ്രസയിട്ട് വന്നിട്ട്. അവരൊന്നും കണ്ടിട്ടില്ല ഞാൻ അത് കഴിക്കണത്. ഞാൻ അത് കഴിച്ച് പിന്നെ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ അയൽവക്കത്തേക്ക് കൊടുക്കണം എന്നാണല്ലോ, നമ്മൾ കഴിക്കണമെങ്കിൽ അവർക്കും കൊടുക്കണ്ടേ. അപ്പം ഞാൻ വേഗം, ഇത് നമ്മുടെ അയൽവക്കാന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒരു വീട്ടിൽ കഴിയണ പോലെയാണ് ഇവിടെ കഴിയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശില്പയ്ക്കും കുറച്ച് കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടാണ്. പിന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിട്ടോ. നമ്മൾ തുടക്കണ വടിയിട്ട് മേടിച്ചിട്ട് നമ്മൾ തുടയ്ക്കാറില്ല. അപ്പോൾ ഇത് ശില്പയുടെ ഒരു ഐഡിയ കേട്ടോ. അവൾ ടർക്കി മേടിക്കും, പുതിയ ടർക്കിനെ കേട്ടോ മേടിച്ചിരുന്നത്. അതിൻ്റെ ഇത്തിരി വലിപ്പം കൂടിയ ടർക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഇക്ക് തന്നു, അതുകൊണ്ട് തുടച്ചോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വടി ഉണ്ടല്ലോ, നമ്മൾ തുടക്കണ വടിയുടെ മുകളിൽ ഞാനത് ഓട്ടയ്ക്കിട്ട് ഒരു 16 ഓട്ടയ്ക്ക് ഉണ്ടിട്ട് അതിൻ്റെ മുകളിൽ. എന്നിട്ട് അവൾ വന്നിട്ട് അതിക്ക് ശരിക്കും പോലെ ഓട്ടയ്ക്ക് തന്നു കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഓട്ടയ്ക്ക് എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് തുണി മടക്കുക, അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ടൈലിട്ട സ്ഥലമൊക്കെ സൂപ്പറായിട്ട് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ചെളി പോവുകയും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുക്കുക, വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഊരി പിഴിഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നിട്ട് നമുക്കത് അങ്ങനെ തന്നെ അഴയുമ്പോൾ തോരടും ചെയ്യാം, വടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ആ നൂല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ സൂപ്പർ സാധനം കേട്ടോ. ഇങ്ങനെ ടൈലിട്ട സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് തുടച്ചെടുക്കാനും പറ്റും. നല്ല ചെളിയും പോകുന്നുണ്ട്, വേഗം തുടയ്ക്കലും കഴിയുന്നുണ്ട് കേട്ടോ. വേഗം നമുക്ക് സിമ്പിളായിട്ട് ഒരു കൈ കൊണ്ട് തന്നെ തുടച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തുടച്ചെടുക്കാം. അതൊക്കെ കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ സണ്ണിയേട്ടൻ ഞങ്ങൾക്കൊരു കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നല്ല വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു മുറിക്കിനേക്കാളും മുന്നേ. അപ്പത്തിനൊക്കെ ഇവിടെ മുറിക്കൽ കഴിഞ്ഞു പിള്ളേർ. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ക്രിസ്മസ് ആയിട്ട് ഒരാൾ കേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ.
ഇതുവരെ ഞങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് കേക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മേടിക്കാറുണ്ട്, നമുക്ക് ആരും തന്നിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ സണ്ണിയേട്ടനാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് തന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശില്പിയും കുട്ടികളൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോവാണ്. അവരിനി വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കണം അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഒറ്റയ്ക്കായിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.